പെൺകുട്ടി ഏതായത് അട്ടിമറിക്കാൻ നോക്കുന്നവരെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ആർക്കു വേണ്ടി നാറിയ ഭരണം ഇവിടെ ധർണാ സമരം ആരംഭിക്കുകയാണ്. പ്രകടനമായി വന്ന മുഴുവൻ സഖാക്കളും ഇവിടെ ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. മുട്ടയൊക്കെ വെച്ചോണ്ടാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഖാക്കളെ, എസ്എഫ്ഐയുടെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് SFI സെക്രട്ടറിയിലേക്ക് മുന്നിൽ ഇത്തരത്തിലേക്കൊരു ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യോഗം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടെയായ സഖാവ് ആനന്ദിനെ സ്വാഗതം ചെയ്യും. സഖാക്കളെ, രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി RSSന്റെ അജണ്ട രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്ന ഗൂഢശ്രമത്തിന്റെ ഭാഗമായി PM ശ്രീ നടപ്പിലാക്കുന്നത് വഴി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പാഠപുസ്തകങ്ങൾക്കകത്ത് RSSന്റെ തെറ്റായ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വിദ്യാഭ്യാസ മേഖലയെ ക്രമേണ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന RSSന്റെയും അതിന് കുടപിടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെതിരായും SFIയുടെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയുമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MA നന്ദനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, അധ്യക്ഷൻ സൂചിപ്പിച്ചുള്ള തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ ആസ്പദപ്പെടുത്തിക്കൊണ്ടാണ് SFI ഇവിടെ ഇത്തരത്തിലേക്കൊരു സമരം സംഘടിപ്പിച്ചത്. രാജ്യത്ത് നമ്മുടെ സർവകലാശാലകളും നമ്മുടെ സ്കൂളുകളിലുമെല്ലാം RSSന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഇടങ്ങളാക്കി മാറ്റുന്നതിനേക്ക് വേണ്ടി വലിയ ശ്രമങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകൾക്കകത്ത് ഈ നാടിനകത്തൊക്കെ നടന്നു വന്നത്. പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണകൂടം തയ്യാറാകുമ്പോൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് SFI മുന്നോട്ട് പോകുന്നത്. PM ശ്രീ പോലെയുള്ള പദ്ധതി കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഈ നാടിനകത്തുള്ള സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ കൂട്ടുനിൽക്കുകയാണ്. ഭരണം കിട്ടുന്നതിന് തൊട്ടുമുമ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പാഠപുസ്തകത്തിനകത്ത് നെഹ്റുവിനെയും ഗാന്ധിജിയെയും കൊണ്ടുവരുമെന്ന് പറഞ്ഞ അതേ ആളുകൾ ആ പാഠപുസ്തകങ്ങൾക്കകത്ത് RSSന്റെ നേതാക്കന്മാരുടെ ചരിത്രങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഏറെ ദീർഘിക്കുന്നില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെ സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കൾ, ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇന്ന് ഈ ധർണയെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സഞ്ജീവിനെ ഏറെ ആവേശത്തോടുകൂടി ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് ശിവപ്രസാദിനെ
സ്വാഗതം ചെയ്യുന്നു. ഈ ധർണയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ അഭിവാദ്യങ്ങൾ. ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് എസ്എഫ്ഐയുടെ കേരള സംസ്ഥാന സെക്രട്ടറി സഖാവ് പി എസ് സഞ്ജീവനോട് അഭ്യർത്ഥിക്കുക. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഇവിടെ എസ്എഫ്ഐ പ്രസക്തമായൊരു കാലിക വിഷയവും ഒരു രാഷ്ട്രീയ വിഷയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. PM ശ്രീ എന്ന കേന്ദ്ര ആവിഷ്കൃതമായിട്ടുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ രാജ്യത്തെ മുഴുവൻ ബ്ലോക്കുകളിലെയും 2 സ്കൂളുകളെ തെരഞ്ഞെടുത്ത് 2 കോടി രൂപ കൊടുക്കുകയും അതോടൊപ്പം അവിടത്തേക്ക് സ്കൂളിന്റെ പേരും പെയിന്റും മാറ്റിയടിച്ച് അതിനോടൊപ്പം അവിടെ പഠിപ്പിക്കുന്ന സിലബസ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന സിലബസും NCERT മുന്നോട്ട് വെക്കുന്ന പാഠപുസ്തകവും പഠിപ്പിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഇതിന്റെ ആവശ്യം. PM ശ്രീയിൽ ഒപ്പിടുന്ന ഏതൊരു സംസ്ഥാനവും പ്രാഥമികമായി ഒപ്പിടുന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ്. അത് PM ശ്രീയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നു. അതായത് PM ശ്രീയിൽ ഒപ്പിടുന്ന ഏതൊരു സംസ്ഥാനവും രാജ്യത്തെ 1947 തൊട്ടുള്ള സുദീർഘമായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രം, അതിനു മുമ്പുള്ള 1857 തൊട്ട് 47 വരെയുള്ള സുദീർഘമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, ഇതൊക്കെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷ ജനാധിപത്യ സമരത്തിന്റെ ഏടുകളൊക്കെയും റദ്ദു ചെയ്തുകൊണ്ട് ഇതൊന്നും ഇന്ത്യയുടെ ദേശപാരമ്പര്യത്തിന്റെയോ രാഷ്ട്രനിർമ്മാണത്തിന്റെയോ രാജ്യത്തിന്റെ അടിസ്ഥാനവുമോ അല്ലെന്ന് പ്രഖ്യാപിക്കുന്ന സംഘപരിവാറിന്റെ ഹോളിസ്റ്റിക്കായ അപ്രോച്ചിലേക്ക് എത്തിച്ചേർക്കണം എന്നുള്ളതാണ് ഇവരുടെ കാഴ്ചപ്പാട്. എന്നുവെച്ചാൽ മതാത്മകമായ വർഗീയതയുടെ ദേശീയവാദം മനുഷ്യരുടെ തലച്ചോറുകളിൽ അടിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനം. PM ശ്രീയിൽ ഒപ്പിടുന്നതോടുകൂടി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ ക്രമത്തിൽ NEP-യെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം എന്ന സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കൂടി ഇല്ലാതാക്കുക. അല്ല എങ്കിൽ PM ശ്രീയിലേക്കുള്ള ഒരു ബൈപ്പാസാണ് ഈ പറഞ്ഞ NEP ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് PM ശ്രീ ഒരു ബൈപ്പാസായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ രാജ്യത്തിന്റെ ബോധ്യത്തെ, അത് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയെ, അത് ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വത്തെ അതില്ലാതാക്കാനുള്ള നിരന്തരമായ ഇടപെടലുകൾ രൂപീകരണ കാലം തൊട്ടേ സംഘടിപ്പിച്ച സംഘമാണ് RSS. 1925 രൂപീകരിക്കപ്പെട്ട 100 വർഷം തികഞ്ഞ സംഘപരിവാർ ഇന്ത്യയിലെ അവസാനത്തെ മനുഷ്യരും ഹിന്ദുത്വ ബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തി സാംസ്കാരിക ദേശീയതയുടെ അടിമകളാകണം എന്ന് കരുതുന്നു. അതിന് കാച്ച് ദം യങ് എന്ന ഫാസിസ്റ്റിക് ലൈനാണ്, അപ്രോച്ചാണ് നമുക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് വിദ്യാഭ്യാസ ക്രമത്തിൽ വിദ്യാർത്ഥികളുടെ തലയിൽ സംഘപരിവാറിന്റെ സംഘിബോധം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത്. ശരാശരി ഗുജറാത്ത് കലാപകാലത്ത് മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന, അതോടൊപ്പം ഇന്ത്യയിലെമ്പാടും മനുഷ്യരെ ഇല്ലാതാക്കിയ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചു തകർക്കുമ്പോഴും ഇവിടെ ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് സ്വയം കരുതുന്ന ഒരു ബോധം നമ്മുടെ കുട്ടികൾക്കുണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനാണ് PM ശ്രീ. ആ PM ശ്രീയാണ് നമുക്ക് വേണ്ട എന്ന് നമ്മൾ പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് PM ശ്രീ കേരളത്തിന് ആവശ്യകരമാണ് എന്ന് ഈ സർക്കാർ പറയുന്നത്? PM ശ്രീ കേരളത്തിന് ആവശ്യമല്ലെന്ന് മാത്രമല്ല, PM ശ്രീ മുന്നോട്ട് വെക്കുന്ന ബോധ്യത്തെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത നാടാണ് കേരളം. അതെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു നാട്ടിൽ PM ശ്രീ ഒപ്പിടുന്നത് വഴി നമുക്ക് കിട്ടേണ്ട സർവശിക്ഷാ അഭിയാന്റെ ഫണ്ടാണ് ലഭിക്കുക എന്നുള്ള വിദണ്ഡവാദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. നമുക്ക് കേസിന് പോകാം, മറ്റു വ്യത്യസ്ത പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാം. അതൊക്കെയും ഇരിക്കെ തന്നെയും ഇവിടെ സംഘപരിവാറിനോട് നേരിട്ട് കീഴടങ്ങുന്ന നയമാണ് ഈ സർക്കാർ രൂപീകരിച്ചെടുത്തിട്ടുള്ളത്, മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്.
ഇതിനവർ കാരണമായി പറയുന്നത് PM ശ്രീയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ ആകെ മാറ്റമുണ്ടാകും. 10+2 എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ ക്രമം. 10ാം ക്ലാസും അതിനുശേഷമുള്ള +1 +2 ഈ നിലയിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നിയമം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് ഇവരുദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ക്രമം? 5+3+3+4 എന്നുള്ളതാണ്. വിദ്യാഭ്യാസ ക്രമത്തെ ആകെ മാറ്റിക്കൊണ്ട് ഇന്നുള്ള പൂളിംഗ് ഒക്കെ മാറ്റി ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങളും പാഠക്രമവും അതിന്റെ സ്ട്രക്ചറും ആകെ ഇടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് സംഘപരിവാറിന്റെ നയം. അതുകൊണ്ട് തന്നെയാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തി പറയുന്നത്, PM ശ്രീയിൽ നിങ്ങൾ ഈ പറഞ്ഞ പെയിന്റും പേരും മാത്രമല്ല മാറ്റുന്നത്, മറിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന പാഠഭാഗങ്ങളിലെ അടിസ്ഥാന ചരിത്രം മാറും എന്നുള്ളതാണ്. ഇത് സംഘപരിവാർ രീതിയാണ്. സംഘപരിവാറിന് അംഗീകരിക്കാൻ കഴിയാത്ത ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് 1947 വരെയുള്ള സമരങ്ങളൊക്കെയും സംഘപരിവാറിന് പങ്കില്ല. 1925 രൂപീകരിക്കപ്പെട്ട സംഘപരിവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഇന്ത്യ വിഭജനത്തിലും ഗാന്ധി വധത്തിലും ഈ പറഞ്ഞ പ്രതിലോമകരമായ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലുമാണ്. ബ്രിട്ടനെ സഹായിച്ചുകൊണ്ട് പാദസേവ ചെയ്തുകൊണ്ട്. ആ സംഘപരിവാറിന് ഇന്ത്യ ചരിത്രത്തിൽ ബന്ധമില്ല. ആ സംഘപരിവാറിന് ബന്ധമില്ലാത്ത ചരിത്രം ഇന്ന് അവർ രാജ്യം ഭരിക്കുമ്പോൾ ആ ചരിത്രം കുട്ടികൾ പഠിക്കണമെന്ന് അവർ ആഗ്രഹിക്കുമോ? സ്വാഭാവിക ചോദ്യമാണ്. ആഗ്രഹിക്കില്ല. ഗാന്ധിജിയെ പഠിക്കാൻ, നെഹ്റുവെ പഠിക്കാൻ, പട്ടേലിനെ പഠിക്കാൻ, ഭഗത് സിംഗിനെ പഠിക്കാൻ, EMSനെ പഠിക്കാൻ ഇവരാരെയും സംഘപരിവാറിന് ഇഷ്ടമല്ല. അങ്ങനെയുള്ള മനുഷ്യർ അവരുടെ കൂട്ടത്തിലുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതീകങ്ങളെ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഇവിടെ സ്വച്ഛ് ഭാരതിന്റെ അടയാളമായി അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നതും ഗാന്ധിയെയും നെഹ്റുവിനെയും പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രൊജക്ടുകളിൽ നിന്നും മാറ്റി ഒരു തീവ്ര ദേശീയ ബോധത്തിന്റെ മുഖമുള്ള പട്ടേലിനെ പ്രത്യേകം കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയും. അതിന്റെ തുടർച്ചയിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തിയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിന്റെ അദ്ദേഹത്തിന്റെ സർക്കാരിൽ അന്ന് മന്ത്രിയായിരുന്ന മുരളി മനോഹർ ജോഷി, ICHRന്റെ ചെയർമാൻ കൂടിയായ ഇന്ത്യൻ കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ കൂടിയായ MGS നാരായണനോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അങ്ങേക്ക് പറ്റുമോ? ശങ്കരാചാര്യരുടെ ചരിത്രം 100 വർഷത്തിന് പുറകോട്ടേക്ക് മാറ്റിത്തരുമോ എന്ന് ആവശ്യപ്പെടുന്ന അത്രത്തോളം ചരിത്രവിരുദ്ധമായ വസ്തുതാവിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നവരാണ് സംഘപരിവാർ. ഇത് പറയാനുള്ള കാരണം ഇത്തരത്തിൽ നാളെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ചരിത്രം പഠിപ്പിക്കണം എന്നുള്ള നിലപാടാണ്. അധികാരത്തിൽ വന്നതിനു ശേഷം NCERT പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ ചരിത്രം എടുത്തുമാറ്റി. ബാബറും അക്ബറും ഹുമയൂണും ജഹാംഗീറും ഉൾപ്പെടുന്ന ഇന്ത്യൻ ചരിത്രത്തിന്റെ സുപ്രധാനമായ ഭാഗം ചെന്നു നിൽക്കുന്ന ആ ചരിത്രത്തെ ഇവർ എടുത്തുമാറ്റി. പ്രധാനപ്പെട്ട മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എടുത്തുമാറ്റുന്നു. അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരെടുത്തു മാറ്റുന്നു. ഇത്തരത്തിൽ സുപ്രധാനമായ ഇടപെടലുകൾ ആ നിലയിൽ സംഘപരിവാറിന് തോന്നുന്ന വിധത്തിൽ സംഘപരിവാറിന്റെ സാംസ്കാരിക ദേശീയതയ്ക്ക് അടിസ്ഥാനത്തിലൂടെ അവർ മുന്നോട്ടേക്ക് കാര്യങ്ങൾ നയിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് പുതിയ വിദ്യാഭ്യാസ നയം. അതിന്റെ പദ്ധതികളാണ് ഈ പറഞ്ഞ PM ശ്രീ. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഇടത് സർക്കാർ ഇത് ഒപ്പിടാഞ്ഞത്. ഇതെപ്പോ തുടങ്ങിയ പദ്ധതിയാണ്? 2022 തുടങ്ങുന്ന പദ്ധതിയാണ്. കഴിഞ്ഞ ഘട്ടത്തിൽ ഇടത് സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ SFI ഉൾപ്പെടെയുള്ള സംഘടന ആവശ്യപ്പെട്ടു. അതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അതിൽ പ്രശ്നങ്ങളുണ്ട്. അതിനെ തുടർന്ന് അത് റദ്ദാക്കപ്പെട്ടു. ആ റദ്ദാക്കപ്പെട്ടത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ MOU മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് ഒരു സെൻട്രലും ഒരു സ്റ്റേറ്റും വരുമ്പോൾ അതിൽ നിന്ന് ഫ്രീസ് ചെയ്യാനുള്ള എല്ലാവിധ അധികാരവും ഒരു സ്റ്റേറ്റിനുണ്ട്. ആ ഫ്രീസിംഗ് നടന്ന മണ്ണാണ് കേരളം. കേരളത്തിൽ ഒരു PM ശ്രീ സ്കൂൾ പോലും ഇപ്പോഴില്ല. PM ശ്രീ സ്കൂൾ സർക്കാരിന്റെ നേരിട്ടുള്ള നിലയിലേക്കുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. യാതൊരുവിധ പ്രഷറും ഏതെങ്കിലും വിധത്തിൽ ഈ നാട്ടിൽ നടന്നേ തീരൂ എന്നൊരു MOU ഇവിടെ നിലനിൽക്കുന്നില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള MPമാരുടെ ചോദ്യത്തിന്റെ ഭാഗമായി PM ശ്രീ കേരളത്തിൽ ഫ്രീസ് ചെയ്യപ്പെട്ടതാണെന്ന് അവിടെ മന്ത്രി ഉത്തരം നൽകിയതാണ്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം അഫിഡവിറ്റ് കൊടുത്തതാണ്. കേരളത്തിൽ PM ശ്രീ നടക്കുന്നില്ലെന്ന്. പിന്നെ എവിടെയാണ് പ്രശ്നം? PM ശ്രീ നടക്കാത്ത രണ്ട് സ്ഥലങ്ങൾ സുപ്രധാനമായും തമിഴ്നാടും കേരളവും. അത് അതുപോലെ രാജ്യത്ത് നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രദേശമായി കേരളവും അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ പിന്നെ എവിടെയാണ് പ്രശ്നം? എവിടെയായിരുന്നു കാര്യങ്ങൾ? ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളുകൾ
ആ മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശൻ, അതിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സർക്കാരിന് ചുക്കാൻ പിടിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി, അതിന്റെ മറ്റൊരു മന്ത്രിയായ കെ എം ഷാജി, ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഒരു 2 മാസത്തിനു മുന്നേ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്തു നോക്കിയാൽ മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. PMശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രവർത്തനവും മുന്നോട്ട് പോകാത്തൊരു മണ്ണാണിത്. ഇവിടെ PMശ്രീ പ്രവർത്തനം നടന്നിട്ടില്ല. ഇവിടെ അത്തരത്തിലൊരു സ്കൂളും ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ ഒരു പ്രവർത്തനവും നടക്കാത്ത ഇടത്താണ് PMശ്രീ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് UDF പ്രഖ്യാപിക്കുന്നത്. UDF അത് പ്രഖ്യാപിക്കുമ്പോൾ അതവരുടെ നയമാണ്. എന്നാൽ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. UDFന്റെ നയമാണെന്ന് ഇത്രമാത്രം ഉറപ്പോടുകൂടി ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലാണ് KPCC എന്ന് ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ലെങ്കിൽ അവർക്ക് പറയാം. ഭരിക്കുന്ന തെലങ്കാനയിൽ PMശ്രീ നടപ്പിലാക്കി, ഭരിക്കുന്ന കർണാടകയിൽ BJP നടപ്പിലാക്കിയ PMശ്രീയെ മുന്നോട്ട് കൊണ്ടുപോയി, ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ അത് മുന്നോട്ട് നടപ്പിലാക്കി. അങ്ങനെ പ്രധാനപ്പെട്ട ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടോ അവിടെയൊക്കെയും PMശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇതാ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് MPയുടെ നിലപാടെന്താ PMശ്രീയെക്കുറിച്ച്? അപ്പോ ഒളിച്ചു കടത്തപ്പെടുന്ന സംഘപരിവാർ ഡീലിന്റെ തുടർച്ചയാണ് PMശ്രീ. അത് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ കേരളത്തോട് എന്തൊക്കെ നുണയാണ് ഇവർ പറഞ്ഞത്. അറബിക്കടലിൽ വലിച്ചെറിയുമെന്നൊരാൾ, ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്നൊരാൾ, ഈ വലിച്ചെറിയപ്പെട്ട PMശ്രീയാണ് തപ്പിപ്പിടിച്ചു കൊണ്ടുപോയി എടുത്ത് ഇന്ന് ഷോക്കേസ് ചെയ്ത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ക്രമത്തെ സംഘപരിവാറിന്റെ കാൽക്കൽ അടിയറവ് വെച്ചിരിക്കുന്നത്. നാണമാകില്ലേ? ഇവിടെ വി ഡി സതീശൻ നുണ മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ PMശ്രീ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ പ്രസ് മീറ്റിൽ നിങ്ങൾ ഓരോരുത്തരോടും ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ച് രാജ്യത്തുള്ള മാധ്യമങ്ങളെ പോലെയല്ല, രാജ്യത്തെ മാധ്യമങ്ങളുടെ പേര് ഗോഡി മീഡിയ എന്നാണ്. നരേന്ദ്രമോദിക്കും ഈ പറഞ്ഞിട്ടുള്ള അദാനിക്കും കീഴടങ്ങിപ്പോയ മീഡിയ. എന്നാൽ അങ്ങനെ ഒരു മീഡിയ കേരളത്തിലുണ്ടെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, ഇതുവരെയില്ല. ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ അവിടെ പോലും ചോദ്യങ്ങൾ ചോദിക്കാൻ ചിലരൊക്കെ മടിക്കുന്നതായി കണ്ടു. PMശ്രീയുമായി ബന്ധപ്പെട്ടൊരു കത്ത്, ഫ്രീസ് ചെയ്തുകൊണ്ടൊരു കത്ത് കേരളം അയച്ചിട്ടില്ലെന്ന് നുണ വി ഡി സതീശൻ പറഞ്ഞു. ആരും ചോദ്യം ചോദിക്കുന്നതായി കണ്ടില്ല. പണം വാങ്ങി എന്ന് വി ഡി സതീശൻ പറഞ്ഞു. 1 രൂപ പോലും PMശ്രീ ഇനത്തിൽ കേരളത്തിൽ നിന്ന് വാങ്ങിയിട്ടില്ല, കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന സത്യം നിലനിൽക്കെ തന്നെ ഈ നുണ പറയുമ്പോൾ നമ്മൾ നിർബാധം അത് കേൾക്കേണ്ടി വരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇവിടത്തേക്ക് തന്ന തുക സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ട തുകയുടെ ചെറിയൊരു ഭാഗമാണ്. 90 കോടി, 1400 കോടിയോളം വരുന്ന രൂപ, അതിൽ നിന്ന് 90 കോടി രൂപയാണ് ഇവിടെ നൽകിയത്. അത് കേരളത്തിന് കിട്ടാനുള്ള തുകയാണ്. എല്ലാ കേന്ദ്ര പദ്ധതികളും സംഘപരിവാറിന്റെ ഏതെങ്കിലും ഭിക്ഷാദേഹികളായി നമ്മൾ അലയുന്ന സംസ്ഥാനങ്ങൾ വാങ്ങിയെടുക്കേണ്ടതോ അല്ലെങ്കിൽ കൈനീട്ടി വാങ്ങി ഇരന്നു വാങ്ങേണ്ടതോ അല്ല, നമ്മുടെ അവകാശമാണ്. കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ ടാക്സും കൊണ്ടുപോയി സെൻട്രൽ ടാക്സ് എന്ന രൂപത്തിൽ കൊണ്ടുപോയി സെൻട്രൽ GSTയുടെ ഭാഗമായി കൊണ്ടുപോയി തരാനുള്ള വിഹിതം പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷവും കേരളം ചർച്ച ചെയ്തു. അന്ന് നിശബ്ദമായി സംഘപരിവാറിന്റെ കൂടെ നിന്നവരാണ് UDF. ആ UDF അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ പറയുകയാണ് പണമില്ല, പണം കിട്ടണമെങ്കിൽ ഒപ്പിടണം, അത് നടപ്പിലാക്കണം. ഇതല്ല നേരത്തെയുള്ള നിലപാട്, ഇങ്ങനെയായിരുന്നില്ല പറഞ്ഞത്. അപ്പോ ഇത്തരത്തിലുള്ള നിലപാടും ഇത്തരത്തിലുള്ള വർത്തമാനവും ഈ UDF എന്ന വഞ്ചക വലതുപക്ഷത്തിന്റെ മുഖാവരണം പോലെ തുടുത്തു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നിലപാടാണ്. അവരിങ്ങനെയാണ്. ചരിത്രത്തിലുടനീളം നോക്കിയാൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. എന്തൊക്കെ പ്രസ്താവനകളായിരുന്നു, എന്തൊക്കെ നിലപാടുകളായിരുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ഭരണമെന്ന് പറയുമ്പോഴും കേരളത്തിൽ കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെന്റ് അപ്രോച്ചിനെ തകർത്തെറിയുന്ന വിധത്തിലേക്കല്ലേ ഈ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
എല്ലാ വിഭാഗം മനുഷ്യരെയും തൊട്ടുതലോടിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സർക്കാരിനെ ആ സർക്കാർ മുന്നോട്ട് വെച്ച പ്രൊജക്ടുകളൊക്കെയും റദ്ദാക്കുന്നു. ഇതാ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെയും ഒരുപാട് സംശയങ്ങൾക്ക് ഇവിടെ ഇടവരുത്തിയിരുന്നു. ഓർഗനൈസർ എന്ന RSS മുഖപത്രമാണ് ഈ പറഞ്ഞ VD സതീശനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അവരുടെ മുഖപ്രസംഗം എഴുതിയത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ തുടരുമ്പോൾ ഒരിക്കലെങ്കിലും സഖാവ് പിണറായിക്കെതിരെയല്ലാതെ ഓർഗനൈസറിൽ ഒരു വരി എഴുതാൻ ആ രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഉറച്ച ബോധ്യത്തിന്റെ ഇടതുപക്ഷമായിട്ടുള്ള ഈ സംഘപരിവാർ വിരുദ്ധ ബോധ്യത്തിന്റെ അതിന്റെ പൈലറ്റ്മാനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മുൻ മുഖ്യമന്ത്രിയെ അവർ അടയാളപ്പെടുത്തുമായിരുന്നില്ല. വിരുദ്ധത കൊണ്ട് മാത്രം നേരിട്ടു. എന്നാൽ ഒരു UDF മുഖ്യമന്ത്രിയെ കോൺഗ്രസുകാരനെ തലോടിക്കൊണ്ടാണ് ഇവിടെ സംഘപരിവാർ മുഖപ്രസംഗം എഴുതിയത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് പോയി കണ്ട് ആശംസകൾ അറിയിക്കുന്നു. ഇവിടുത്തെ സംസ്ഥാനത്തെ വിവിധ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ ഈ പറഞ്ഞിട്ടുള്ള മീഡിയ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട നിയമനം, മറ്റ് വിവിധ വകുപ്പുകളിലെ നിയമനം, ഹയർ എഡ്യൂക്കേഷനിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി B. അശോക് എന്ന സംഘപരിവാറുകാരനെ കൊണ്ടുപോയി ഇരുത്തുന്നു. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ലേഖനമെഴുതി അപമാനിച്ചതിന്റെ പേരിൽ കേരളത്തിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കണ്ടെത്തി നടപടിയെടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടിയായിരുന്നു എന്നുള്ളത് ഈ കേരളത്തിൽ VD സതീശൻ അറിയുമോ? B. അശോകിനെതിരെ ആദ്യമായി തിരിയുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷമല്ല, അത് VD സതീശൻ അന്നും MLA ആയിരുന്ന UDF എന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സർക്കാരായിരുന്നു. അത് അവരാണ് കണ്ടെത്തിയത് ഇയാൾക്ക് സംഘപരിവാർ ചായ്വുണ്ടെന്ന്. ആ സംഘപരിവാർ ചായ്വ് കൂടിയിട്ടുള്ള B. അശോകിനെ ഇന്ന് ഹയർ എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇരുത്തിയിരിക്കുന്നു. ആ B. അശോകിനെയും കൂട്ടി ഗവർണർ കഴിഞ്ഞ ദിവസം സ്വന്തമായി മീറ്റിംഗ് വിളിച്ച് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിയാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഈ സെക്രട്ടേറിയറ്റിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസ് പിന്നെന്തിനാണ്? ആ ഓഫീസ് പൂട്ടിയപ്പോരെ? ആ ഓഫീസിന്റെ പ്രസക്തി എന്താണ്? റോജി M. ജോണും അവരുടെ പരിവാരങ്ങളും അവരുടെ പ്രവർത്തനവും മറ്റാർക്ക് വേണ്ടിയാണ്? സർവകലാശാലകളെ മുഴുവൻ അവർ കൊണ്ടുപോവുകയാണ്. ഈ വിധത്തിലാണ് കേരളത്തിൽ സംഘപരിവാർ കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ ഡീൽ നടപ്പിലാക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് PM ശ്രീ. ആ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് PM ശ്രീ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. PM ശ്രീയുടെ ഭാഗമായി നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് തന്നെയും ഈ സംഘപരിവാർ കീഴ്പ്പെടലിന്റെ ഭാഗമായാണ്. ഒരു കാര്യം പക്ഷേ SFIക്ക് വേണ്ടി അസന്നിഗ്ധമായി പറയാം, PM ശ്രീ നടപ്പിലാക്കാൻ കഴിയില്ല, അതിനനുവദിക്കാൻ നിർവാഹമില്ല. അത് നടപ്പിലാക്കിയാൽ ഈ നാടിന്റെ മതനിരപേക്ഷതയെ തകർത്തെറിയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് PM ശ്രീക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇന്നലെ കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. ഇത് നടപ്പിലാക്കരുത്. അദ്ദേഹത്തിനും ആഗ്രഹം ആ നിലയിൽ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സംഘപരിവാറിനോടുള്ള ഡീൽ ആ നിലയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ കൈപ്പറ്റിയ പണത്തിന്റെ തുടർച്ചയിൽ ചിലതൊക്കെ നന്ദി സൂചകമായി കാണിക്കണം. അതിന് അധികാരത്തിലേറിയതിന്റെ ഭാഗമായി സഹായിച്ചിട്ടുള്ള മംഗലാപുരത്തിലേക്ക് ചെന്നിറങ്ങിയിട്ടുള്ള ആ ഭീമാകാരനായ കോർപ്പറേറ്റിനെ സഹായിക്കണം എന്നുള്ള നിലപാടുണ്ട്. ആ കോർപ്പറേറ്റിനെ ഇന്ന് വളർത്തി വലുതാക്കിയ രാഷ്ട്രീയ സഖ്യത്തിന്റെ ദുഷ്ടസഖ്യത്തിന്റെ രാഷ്ട്രീയം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഷാ കൂടിയാകുമ്പോൾ ഇതിനെ ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബാന്ധവം എന്ന് തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. ഈ തുടർച്ചയാണ് അതൊക്കെയും. ആ കണക്ഷനെ ഇവിടുന്ന് ആർക്കും മനസ്സിലാകില്ല എന്നൊന്നും കരുതരുത്. പക്ഷേ കൺവിൻസിംഗ് ആയി നുണ പറയുക, ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കേരളത്തിനും ഇവിടുത്തെ മനുഷ്യർക്കും വിരുദ്ധമായ കാര്യമാണെങ്കിലും അതിലൊരു ലജ്ജയുടെ ലാഞ്ചനയുമില്ലാതെ അത് നേരത്തെ പ്രഖ്യാപിക്കുക, ഇങ്ങനെയുള്ള ചില ക്വാളിറ്റീസ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. ഈ കേരളത്തെ മുഴുവൻ വിൽക്കാൻ പോകുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിക്കാനും ഈ കേരളത്തെ മുഴുവൻ അദാനി എന്ന ഭീമൻ എഴുതിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാനും അദ്ദേഹത്തിന് മടിയില്ല. രാജ്യത്ത് അദ്ദേഹത്തിന്റെ നേതാവ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് മോദിയും അദാനിയുമാണ്, മോദാനിയാണെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഈ പറഞ്ഞ ആഗോള ഭീമനുമായി നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിയുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്നു.
അപ്പോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ യഥാർത്ഥത്തിൽ അവരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഈ തരത്തിലുള്ള ഒരു വ്യാജപരമായ സമിതി കേരളത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് ചിന്തിക്കാൻ നാസയിലേക്ക് പോയതിന്റെയോ ബഹിരാകാശത്തേക്ക് പോയതിന്റെയോ ബുദ്ധിയൊന്നും വേണ്ട. സാധാരണക്കാരനായ മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം. അപ്പോ ഈ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോ കൈയൊഴിഞ്ഞ മട്ടാണ്. അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായും എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും യോഗം വിളിക്കണം. വിദ്യാർത്ഥി സംഘടനകളുടെ അഭിപ്രായം കേൾക്കണം. അവരുടെ അഭിപ്രായം കേട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും PM3യിൽ നിന്ന് ഉപാധികളൊന്നുമില്ലാതെ പിന്നോട്ട് പോകാൻ ഇപ്പോ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിർത്തിയാൽ മതി. അത് ഫ്രീസ് ചെയ്താൽ മതി. ആ നിലയിലാണ് കാര്യങ്ങളുള്ളത്. അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ നിൽക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടതായി വരും. ഇപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇവിടെ ഒരു ധർണാ സമരമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. എന്താണ് വിഷയം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ 2 കോടി രൂപ ബ്ലോക്കിൽ കിട്ടിയിട്ട് വേണ്ട കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളും മെച്ചപ്പെടാൻ. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് മുറികൾ തന്നെയുണ്ട്. കേരളത്തിലെ ഏതും മാധ്യമ സ്ഥാപനത്തിനും പോയി അന്വേഷിക്കാം. ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേരളത്തിന്റെ ഇടതുപക്ഷം നിൽക്കുന്നത്. ഏതു മാധ്യമ സ്ഥാപനങ്ങൾക്കും ഏതു മാധ്യമത്തിനും ഏത് നിമിഷവും കടന്നു ചെല്ലാം. ലോകോത്തരമായ നിലവാരത്തിൽ തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും പ്രവർത്തിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അടുത്ത നിലവാരത്തിലേക്ക് കടക്കണമെന്ന് മാത്രം. പക്ഷേ ഈ 2 കോടി രൂപ കിട്ടാനുള്ളതല്ല, മറിച്ച് അവരുടെ പാഠഭാഗങ്ങൾ ഇവിടെ പഠിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും ചില നുണയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാഠഭാഗങ്ങൾ മാറ്റില്ല, കരിക്കുലത്തിൽ മാറ്റം വരുത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ കരിക്കുലം മാറ്റിയേ മതിയാകൂ. കാരണം NCERT പാഠപുസ്തകങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുന്ന വിധത്തിലേക്ക് അവർ കാര്യങ്ങൾ മാറ്റിയെടുക്കും. അല്ല എങ്കിൽ പുതിയ മാനദണ്ഡങ്ങൾ വെച്ച് കേരളത്തെ കീഴടക്കും. കോടതി ഉൾപ്പെടെ നാളെ നിർദ്ദേശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം MOU നിലനിൽക്കും ഇവർ ഇതുമായി മുന്നോട്ട് പോയാൽ. അപ്പോ ഒരു കാരണവശാലും PM3 നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനെ തടയാൻ കഴിയില്ല. അതിൽ ഇന്നത് മാത്രമേ ഞങ്ങൾ എടുക്കൂ, ഇന്നത് മാത്രം ഞങ്ങൾ ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതിന് കഴിയില്ല. കാരണം ആ പദ്ധതി ഒപ്പിട്ടാൽ ആ പദ്ധതിയുടെ മുഴുവൻ കാര്യങ്ങളും കേരളത്തിൽ അക്സെപ്റ്റബിൾ ആയിരിക്കണം, അത് ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോ NCERT അയക്കുന്ന പാഠപുസ്തകങ്ങൾ, ചിലർ പറയുന്ന കേട്ടു NCERT തരുന്ന പാഠപുസ്തകം പഠിപ്പിക്കില്ല, SCERT തന്നെയാണ്. അല്ല എങ്കിലും NCERT പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് തരാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. എങ്ങനെയെങ്കിലും ആ സ്ഥാപനമൊക്കെ പൂട്ടിക്കെട്ടി എല്ലാം സ്വകാര്യവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് തരുമോ? ഇല്ല, മറിച്ച് സിലബസ് ഇങ്ങോട്ടേക്ക് തരും. അത് പ്രിന്റിംഗ് ഏജൻസിയാക്കി SCERT മാറ്റും, നമ്മുടെ സ്റ്റേറ്റ് കൌൺസിലിനെ മാറ്റും. ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ മാറ്റുക. ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുമ്പോൾ NCERT അയക്കുന്ന ഈ ഹിന്ദുത്വ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ടുള്ള സംഘപരിവാർ പ്രൊജക്ടിനെ ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കും. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അത് നമ്മുടെ കുട്ടികൾ പഠിക്കും. ഇതാണ് പ്രൊജക്ട്. ഈ പ്രൊജക്ടിനെ തടയാൻ കഴിയില്ല ഈ പറഞ്ഞ UDFന്, രാഷ്ട്രീയപരമായും അല്ലാതെ. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഞാൻ എന്തിനാണ് ഗവർണറോട് ഈ പറഞ്ഞ കുസ്തി പിടിക്കേണ്ട ആവശ്യം, അദ്ദേഹത്തോട് എന്തിനാണ് ഞാൻ രാഷ്ട്രീയപരമായി വിയോജിക്കേണ്ട കാര്യം? ശരിയാണ്, രാഷ്ട്രീയപരമായി വിയോജിക്കേണ്ട കാര്യമുണ്ടാവില്ല. സംഘപരിവാറിന്റെ ചാൻസലർക്കും ഈ പറഞ്ഞ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിന്റെ അർത്ഥം ഇവരുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളും നിലപാടുകളും ഒന്നാണ് എന്നതല്ലേ? കേരളത്തിന്റെ സർവകലാശാലകളെ, പ്രത്യേകിച്ച് MG സർവകലാശാലകളിൽ ഇവർ അധികാരത്തിൽ വന്നതിനു ശേഷം MGയിൽ VC ദുരൈപ്പാണ്ടി മാവൂത്ത് എന്ന സംഘപരിവാറുകാരൻ വന്നതും സെനറ്റിലേക്ക് 19 പേർ RSSകാർ വന്നപ്പോഴും ഒരു നിലപാട് കൊണ്ടുപോലും അതിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇവിടെ ജനരോഷം ഉയർന്നപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അത് ശരിയായില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഇന്നും നാളെയും ഇന്നലെയൊക്കെയും ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്. ആർക്കെതിരെ? ഗവർണർക്കെതിരെ ഒരു വാക്ക് പറയാൻ ഇപ്പോഴും തയ്യാറുണ്ടോ? ആദ്യ നിമിഷത്തിൽ നിങ്ങൾ എന്തെങ്കിലും യുദ്ധം പ്രഖ്യാപിക്കണമെന്നല്ല, കൃത്യമായി അറിയിക്കണം. സംസ്ഥാനത്തെ മനുഷ്യർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാരിനാണ് സംസ്ഥാനത്തെ സർവകലാശാലകളെ ഭരിക്കാനുള്ള അധികാരം. നിങ്ങൾ അധികാരത്തിൽ വന്നെന്ന് കരുതി ഞങ്ങൾ നിങ്ങളെപ്പോലെ നിലപാടെടുക്കില്ല. കഴിഞ്ഞ തവണ ഇടതുപക്ഷം അധികാരത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ
ഇവിടത്തെ സർവകലാശാലകളെ മുഴുവൻ സംഘപരിവാർവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സംഘപരിവാറിനോടൊപ്പം കൂടെ നിന്നവരാണ് UDF. അന്ന് KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ പറഞ്ഞത് ഈ കേരളത്തിൽ നല്ലവരായ ആളുകൾ സംഘപരിവാറിലുമുണ്ട്, അവരുമാകട്ടെ VC എന്നാണ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റുന്ന ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിലപാടെടുത്തവരാണ് UDF. ഇപ്പോൾ എന്തായി? ഗവർണർ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രശ്നമില്ല. അവർ നിലപാട് പറയുന്നില്ല. യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചപ്പോഴും യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരികേടുണ്ട് എന്നല്ലാതെ ഗവർണർക്കെതിരെയുള്ള വിമർശനമില്ല. അപ്പോ ഗവർണർ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ PM ശ്രീ വഴി സംഘപരിവാറിലേക്ക് ഏൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇത് രണ്ടും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയാകെ സംഘപരിവാറിലേക്ക് എത്തുന്നു. ഗവർണർ എന്ന സംഖ്യ ഒരു ഭാഗത്ത്, PM ശ്രീയിലൂടെ സംഘപരിവാറിന്റെ ഭാഗം ഇരുഭാഗത്ത്. അപ്പോ പൊതുവിദ്യാഭ്യാസ മേഖല PM ശ്രീയിലൂടെയും ഗവർണറിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പിടിച്ചടക്കുന്നു. ഇതല്ലേ നടക്കുന്നു? ഇതിനെതിരെ ശബ്ദമുയർത്താത്തത് എന്താണ്? ഇത് നടപ്പിലാക്കരുത് എന്ന് പറയാനുള്ള കാരണം അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ നിലപാടിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, 1.5 മണിക്കൂറിലധികം എടുത്ത് ഇവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. കേട്ടത് ആർക്കു വേണ്ടിയുള്ള പദ്ധതികളാണ്, ആരുടെ പദ്ധതിയാണ് ഇവിടെ കൊണ്ടുപോയി നടത്താൻ ശ്രമിക്കുന്നത് എന്ന്, ആർക്കൊക്കെ വേണ്ടിയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നതൊക്കെയും അദ്ദേഹം സൂചിപ്പിച്ചു. അവിടെയൊക്കെയും ഇന്നലെ അതിനുശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ കേരളത്തിന്റെ മുഖത്ത് നോക്കി വന്നു പറഞ്ഞു, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്, അത് വിൽക്കണം, അതിനെക്കൊണ്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. KSRTC പൊതുമേഖലാ സ്ഥാപനമാണ്, KSEB പൊതുമേഖലാ സ്ഥാപനമാണ്. കെല്ലും നമ്മുടെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കെൽട്രോണും ഉൾപ്പെടെയുള്ള ഒട്ടനവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. 54, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 54ഓളം വരും. ഇതിൽ പലതും നഷ്ടത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയൊക്കെയും സ്വകാര്യവൽക്കരണം കൊണ്ടുവരണം എന്നുള്ള നിലപാടാണുള്ളത്. അങ്ങനെ കൊണ്ടുവന്നാൽ ഈ നാട്ടിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞാൽ, അവരുടെ നിയമനങ്ങൾ നടക്കുന്ന സർക്കാർ മേഖലയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ഇതെല്ലാം നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ മനുഷ്യരുടെ പൊതുസ്വത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താണ് കേരളത്തിനുണ്ടാവുക? പിന്നെ പറയുന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടുന്നുണ്ടോ? 3.5 ലക്ഷം PSC അപ്പോയിന്റ്മെന്റ്സ് ആണ് നടന്നത്. എനിക്ക് ചുറ്റും കുറച്ച് പോലീസുകാർ ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. അവർ പറയട്ടെ അവരെപ്പോഴാ സർവീസിൽ വന്നതെന്ന്. ഓരോ മാർച്ചിന് വരുമ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമായ പോലീസുകാരെ. ഇന്നും നടക്കുന്നുണ്ട് CPM പരീക്ഷ. ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? വന്ന് സല്യൂട്ട് ചെയ്യുന്ന മനുഷ്യരോട് ചോദിക്കണം എപ്പോഴാ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന്. അപ്പൊ പറയും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായാണ് ഞങ്ങൾ PSCയിൽ കടന്നു വന്നതെന്ന്. അങ്ങനെ വളർന്നതാണ് കേരളം. PSCയെ നിങ്ങളൊന്നും നടത്തിയിട്ടൊന്നുമില്ല, ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ആ 3.5 ലക്ഷം അവസരങ്ങൾ കൊടുത്ത് PSC അപ്പോയിന്റ്മെന്റ് നടന്ന നാട്ടിലെ മനുഷ്യരോട് നോക്കി പറയുകയാണ് ഇവിടെ എല്ലാം കുട്ടിച്ചോറാണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമത് വന്ന് രാജ്യത്തെ ഏറ്റവും നല്ല സർവകലാശാലകളിൽ 4 ഇവിടെ തന്നെ നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു നാടായി മാറിയ മനുഷ്യരോട് നോക്കി പറയാണ് നിങ്ങൾ ഭയങ്കര മോശം നാട്ടിലാണ് ജീവിക്കുന്നത്. നോക്കൂ, മോശം രാഷ്ട്രീയം, തെറ്റായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അങ്ങാണ് മിസ്റ്റർ VD സതീശൻ. നിങ്ങൾ തിരുത്തണം. നിങ്ങൾ കോൺഗ്രസുകാരനായി ചിന്തിക്കണം. ബജറ്റിന്റെ അവസാനം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യത്തെ തുടർന്ന് പാർലമെന്റിൽ നടത്തുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ടോ അദ്ദേഹം അങ്ങുൾപ്പെടെയുള്ള ആളുകൾ നെഹ്റുവൻ സോഷ്യലിസ്റ്റ് ആവില്ല. നെഹ്റുവൻ സോഷ്യലിസ്റ്റ് ആവണമെങ്കിൽ അതിന്റെ ആശയം പിന്തുടരണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണം. രാജ്യത്ത് ആവശ്യം ഡാമുകളും പുതിയ വ്യവസായങ്ങളുമാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാട് പിന്തുടരാൻ കഴിയണം. അതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന്റെ 2 വരികൾ പറഞ്ഞാൽ അങ്ങ് നെഹ്റുവിന്റെ പിൻതലമുറക്കാരനാവാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. അങ്ങനെ ആവില്ല. അങ്ങനെ യോഗ്യതയില്ലാത്ത നിലവാരത്തിലേക്ക് അങ്ങ് മാറിയിരിക്കുന്നു. അങ്ങ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ടെക്നോ ഫ്യൂഡലിസമാണ്. അങ്ങ് തന്നെ വായിക്കുന്ന പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്താണ്? അപ്പൊ ആ നിലയിലേക്ക് അങ്ങ് മാറിയിരിക്കുകയാണ്. അങ്ങയുടെ മുതലാളി ആരാണെന്ന് പതിയെ കേരളം
അറിയും. അങ്ങ് തന്നെ അത് കേരളത്തോട് പ്രഖ്യാപിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അങ്ങക്ക് കുറച്ച് അനൽപമായ അഹങ്കാരമുണ്ട്. അങ്ങ് തന്നെ പ്രഖ്യാപിക്കും. അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ ഇപ്പൊ പറയാനുള്ളത് PM-ശ്രീയുടെ വിഷയങ്ങളിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരണം. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ശക്തമായ സമരവേലിയേറ്റങ്ങൾക്ക് ഈ തലസ്ഥാനവും കേരളത്തിന്റെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളും മുഖരിതമാകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം അങ്ങേക്കുണ്ട്. അങ്ങയുടെ PR ഏജൻസി നടത്തിയതുപോലെ സമരകവാടം തുറന്നിട്ടിരിക്കാൻ അങ്ങയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ജനങ്ങളുടെ ജനോപകാരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അദ്ദേഹം അങ്ങുൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും അതിന്റെ മന്ത്രിമാരും ഒക്കെ തയ്യാറാവണം. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ കരുതുന്നു. PM-ശ്രീയുമായി മുന്നോട്ടു പോകരുത്. മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ അണിനിരത്തി അതിനെ പ്രതിരോധിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് SFIക്ക് വേണ്ടി നടത്താനുള്ളത്. ഒരിഞ്ച് അതുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, കേരളത്തിലെ സ്കൂളുകളെ ലിസ്റ്റ് ചെയ്യാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ സെക്രട്ടേറിയറ്റിനെ വളഞ്ഞുകൊണ്ടുള്ള സമരം SFI നേതൃത്വം കൊടുക്കുമെന്നുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് SFIക്ക് വേണ്ടി ഇവിടെ നടത്താനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. സ്വാഭാവികമായും ഇനിയുള്ള സമരങ്ങൾ ഇങ്ങനെയായിരിക്കില്ല. അങ്ങനെയുള്ള സമരങ്ങൾ നടക്കാതിരിക്കട്ടെ. സ്വാഭാവികമായും എന്താണോ തീരുമാനിക്കേണ്ടത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി തീരുമാനിക്കേണ്ടത് എന്താണോ ആ തീരുമാനമെടുക്കണം. ജനാധിപത്യപരമായി മതനിരപേക്ഷതയുടെ ഭാഗമായി അത്തരമൊരു തീരുമാനത്തിലേക്ക് അങ്ങ് ഉൾപ്പെടെ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ പരിപാടി, ഈ ധർണാ സമരം SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇനിയുള്ള സമരങ്ങൾക്ക് സ്വാഭാവികമായും ഈ നിലയായിരിക്കില്ല. കൂടുതലായിട്ടുള്ള സമര വേലിയേറ്റങ്ങൾ കാണേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് പ്രതികരിക്കുമെന്ന് കരുതുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുമെന്ന് കരുതുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് നമുക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയാം. SSK ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത, കേന്ദ്രത്തിന്റെ ഈ തെറ്റായ നയങ്ങൾക്ക് യോജിച്ചു നിന്ന് പോരടിക്കാനും അതിനെതിരെ യോജിച്ചു നിന്ന് പോരടിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. പകയുടെ രാഷ്ട്രീയമോ ഏതെങ്കിലും പകപോക്കലിന്റെ രാഷ്ട്രീയമോ ഏകപക്ഷീയമായി നിങ്ങൾക്കെതിരെയുള്ള ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതോ അല്ല. കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.